വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്നിവിടെ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഡിന്നറൊക്കെ കഴിക്കുമ്പോഴാണ് ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമല്ലേ സൂപ്പൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഇവിടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാനൊരു 2 പേർക്ക് ആവശ്യമായിട്ടുള്ള സൂപ്പേ ഉണ്ടാക്കുന്നുള്ളേ. അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് ബോണോട് കൂടിയ ചിക്കൻ എടുക്കണേ. കുറച്ച് കോൺ ഇതുപോലെ അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് അടർത്തി എടുക്കാം. കോൺ മേടിച്ചിട്ട്, കോണൊക്കെ എപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിനകത്ത് ഒരുപാട് വെജിറ്റബിൾസ് ഇടുന്നില്ല. പിന്നെ ബീൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ബീൻസും ക്യാബേജൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇത്രയും ഇടുന്ന് ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ. കോൺഫ്ലോർ വേണം, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. പിന്നെ 1 മുട്ട. പിന്നെ നമുക്ക് കുറച്ച് സോയ സോസ്, പെപ്പർ പൗഡർ, ഉപ്പ്, അതെല്ലാം ഉണ്ട്. അതെല്ലാം കുക്കിങ്ങിൻ്റെ ടൈമിൽ ഞാൻ കാണിച്ചു തരാവേ. ഞാനിപ്പോൾ ഈ ചിക്കൻ ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് ഇതുപോലത്തെ വലിയ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് എടുത്ത് നമുക്കിത് വേവിച്ചെടുക്കണേ. ഇതിനകത്ത് പെപ്പറും കുറച്ച് സോൾട്ടും കൂടി ഇട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനേ. സ്ലോ കുക്കിംഗ് മതി കേട്ടോ, സിമ്മിലിട്ട് വേവിച്ചാൽ മതി. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ. നമ്മളിവിടെ ഫ്ലെയിം കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇത് നന്നായിട്ട് ഒരു 20 മിനിറ്റോളം നമ്മളിതിട്ട് വേവിക്കും കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് വെന്തു. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടങ്ങ് മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ആ മീറ്റ് മാത്രമായിട്ട് നമുക്ക് എടുത്ത് മാറ്റണേ. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതിയേ. ബോണൊക്കെ അങ്ങ് മാറ്റിയിട്ട് ചെറുതായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾക്ക് ഇഷ്ടത്തിന് അത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതിയേ. റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂപ്പാണ് ഇത്. ഞാൻ എപ്പോഴും ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് അതിന്. ചെറിയ ചൂടുണ്ട്, ഞാൻ പെട്ടെന്ന് എടുക്കുന്നതാണ്. ഇനി ഇത് മുഴുവൻ നമുക്ക് ഇതുപോലെ നാക്കി എടുത്തിട്ട് ഞാൻ കാണിക്കാവേ. ഞാൻ ഇങ്ങനെ ഒരു കടായി എടുത്ത് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ക്യാരറ്റും ഈ കോണും കൂടി ഇട്ട് ഞാനൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുവേ. ചിലർ ആ സ്റ്റോക്കിനകത്ത് തന്നെ ഇട്ട്, ചിക്കൻ്റെ ആ സ്റ്റോക്കില്ലേ അതിനകത്ത് തന്നെ ഇട്ടങ്ങ് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ ആ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്സ് ഇല്ലേ, അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടെ വരുമ്പോൾ നല്ലതായിരിക്കും. ഇതിനാവശ്യമായിട്ടുള്ളൊരു സ്വല്പം ഉപ്പ് ഞാൻ കൊടുക്കുകയാണ്. ചിക്കനകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത്. നമുക്ക് സൂപ്പൊക്കെ പല ടൈപ്പ് സൂപ്പുണ്ട്. നമുക്ക് ചിലർക്ക് കുറച്ച് എരിവുള്ള ടൈപ്പൊക്കെ ആയിരിക്കും ഇഷ്ടമേ. ഇതിനകത്ത് എരിവൊന്നുമില്ല, ആ ഒരു പെപ്പറിൻ്റെ എരിവ് മാത്രമേ വരത്തുള്ളൂ. അപ്പം അത് ഭയങ്കര ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ മെയിൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സൂപ്പ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ പിന്നെ ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് അത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതിനകത്ത് വെജിറ്റബിളും ഒക്കെ ചേരുന്നതല്ലേ, ചിക്കനും വെജിറ്റബിളും എല്ലാം കൂടെ ചേരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലൊരു സൂപ്പ് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ 2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ആ ബട്ടറിനകത്തിട്ട്. അപ്പം നമ്മളിത് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. ഇതാ പെപ്പർ പൗഡറാണ് കേട്ടോ, ഇത് ഫുള്ളങ്ങ് ഒഴിച്ചേക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ ഇതുപോലെ ആക്കി വെച്ചത് അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാവേ. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണേ. നമ്മൾ നേരത്തെ ആ ബട്ടറിനകത്തിട്ട് ആ കോണൊക്കെ വഴറ്റാൻ നേരം ഒരു സ്വല്പം സിമ്മിലേക്ക് നമ്മൾ ആക്കി കൊടുത്തേക്കുമായിരുന്നേ. ഇനിയിപ്പം ഒന്ന് തിളച്ച് കിട്ടണം നന്നായിട്ട്. ഈ സമയം നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിക്കോണേ. നമ്മളിനി ആ ഒരു സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ അതും കൂടെ കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കണേ. ഞാൻ ഈ കോൺഫ്ലോർ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് കുറുകിയിരിക്കണം സൂപ്പ്, അങ്ങനെയുള്ളവർ കുറച്ചുകൂടെ കോൺഫ്ലോർ ചേർത്തേക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളേ. ചിലർക്ക് ഭയങ്കരമായിട്ട് തിക്കായിട്ടിരിക്കണമെന്നുണ്ട്. ഇതാകുമ്പം നോർമലാണ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വിനിഗർ ചേർക്കുന്നുണ്ട്. സൂപ്പിനകത്തൊരു സ്വല്പം പുളിയുള്ളത് നല്ലതാണ്. വിനിഗർ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിലും അവർ വിനിഗറിനകത്ത് ഒരു സ്വല്പം മുളകൊക്കെ അരിഞ്ഞിട്ട് കൊണ്ട് തരത്തില്ലേ, ഞാൻ ഇപ്പോഴേ അങ്ങ് ചേർക്കുന്നതേ ഉള്ളൂ. ഇനി ഒരു സ്വല്പം സോയാ സോസും കൂടെ 1 ടീസ്പൂൺ മതി. ഇനി ഇതിലേക്ക് നമ്മൾ
ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ യോക്കും കൂടെ അങ്ങ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ചിലർ വൈറ്റ് മാത്രമേ എടുക്കത്തുള്ളേ, ഞാൻ രണ്ടും അങ്ങ് ചേർത്തിട്ടുണ്ട്. അതും കൂടെ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ കളർഫുൾ അല്ലേ, ആ യെല്ലോയും ഓറഞ്ചും ഗ്രീനും എല്ലാം കൂടെ അങ്ങ് വന്നപ്പോഴത്തേനും നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡിയായി. ഗ്യാസൊക്കെ ഞാൻ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുമ്പോഴെപ്പോഴും ഒരു വൈറ്റ് കളർ ആയിരിക്കും ഇല്ലേ? അതെന്താണെന്നറിയോ? അതിനകത്ത് അവർ സോയാ സോസും ഒന്നും അന്നേരം ആഡ് ചെയ്യത്തില്ല. നമ്മൾ കഴിക്കാനായിട്ട് വെച്ചേക്കത്തില്ലേ, അപ്പോൾ ആണ് സോസുകളെല്ലാം കൊണ്ട് തരികയും പിന്നെ വേണമെങ്കിൽ പെപ്പർ നമുക്ക് അന്നേരം ആഡ് ചെയ്യാം. അപ്പോൾ ഈ സോയാ സോസ് ഒഴിക്കുമ്പോഴാണ് ഈ ഒരു കളറിലോട്ട് വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ കുക്ക് ചെയ്തപ്പോൾ തന്നെ ഇതെല്ലാം ഒഴിച്ച് തന്നെ ഇങ്ങനെ എടുക്കുകയായിരുന്നേ, അതുകൊണ്ടാണ് ഈ കളറ്. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്വല്പം സ്പ്രിംഗ് ഓണിയൻ കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്താൽ മതിയേ. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്